28,000 ടൺ ഭാരമുള്ള ആണവ ഭീമൻ കപ്പൽ പുറത്തിറക്കി റഷ്യ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. റഷ്യ ഉക്രൈൻ യുദ്ധം കനത്ത പോരാട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പുതിയതും ശക്തവുമായ ആണവോർജ യുദ്ധക്കപ്പലായ അഡ്മിറൽ നഖീമോവിനെ റഷ്യ വീണ്ടും സർവീസിലേക്ക് ഇറക്കി. വർഷങ്ങളുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് 28,000 ടൺ ഭാരമുള്ള ഈ ഭീമൻ കപ്പൽ റഷ്യ പുറത്തിറക്കിയിരിക്കുന്നത്. റഷ്യ എന്തുകൊണ്ട് യഥാർത്ഥ ഒരു ശക്തിയാണെന്നും ശത്രുക്കൾ മാത്രമല്ല മിത്രങ്ങൾ പോലും എന്തുകൊണ്ട് റഷ്യയെ ഭയപ്പെടുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ നീക്കം. ആർട്ടിക് മേഖലയിലും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിൽ ഈ നവീകരിച്ച യുദ്ധക്കപ്പൽ റഷ്യയുടെ നാവികശക്തിയെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നൂതനമായ മിസൈൽ സംവിധാനങ്ങളും അത്യാധുനിക യുദ്ധശേഷികളും കുത്തിനിറച്ചാണ് അഡ്മിറൽ നഖീമോവിനെ റഷ്യ സജ്ജമാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഈ ആണവ ഭീമന്റെ വരവ് അന്താരാഷ്ട്ര നാവിക രംഗത്ത് വലിയൊരു ശക്തി പ്രകടനം കൂടിയാണ്. യുദ്ധരംഗത്ത് റഷ്യയുടെ ആധിപത്യം എന്തുകൊണ്ട് അനിഷേധ്യമായി തുടരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണിത്. സാധാരണക്കാർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഈ പ്രതിരോധ മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക യുദ്ധമുറകളിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പാകത്തിലാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പതിയുന്ന ഒരു നിർണായക നാഴികക്കല്ലായി ഈ ആണവ കപ്പലിന്റെ തിരിച്ചുവരവ് മാറുമെന്നുറപ്പാണ്. അതേസമയം വെള്ളിയാഴ്ച കീവിനടുത്ത് റഷ്യ നടത്തിയ ആയുധ പ്രദർശനത്തിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത്തരം പരിപാടികളുടെ സുരക്ഷയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആരാണ് പരിപാടി നടത്താൻ തീരുമാനിച്ചത്? സൈനിക നിയമപ്രകാരം അപകട സാധ്യതകൾ ശരിയായി വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ഉക്രൈൻ പ്രോസിക്യൂട്ടർ ജനറൽ റസ്ലാൻ ക്രാങ്ചെങ്കോ ഒരു ക്രിമിനൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പരിപാടി നടന്ന ഷൂട്ടിംഗ് റേഞ്ചിന് സമീപം കറുത്ത ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ 5 മൃതദേഹങ്ങൾ ഒരു AFP റിപ്പോർട്ടർ കണ്ടു. ഷൂട്ടിംഗ് റേഞ്ചിന്റെ മുറ്റത്ത് ഇപ്പോഴും പ്രൊമോഷണൽ ടെന്റുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് കീഴിൽ ഡ്രോണുകൾ പ്രദർശിപ്പിച്ചിരുന്നു. അതേസമയം ഒരു സ്ക്രീനിൽ ഒരു ആയുധ കമ്പനിയുടെ പ്രൊമോഷണൽ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വാഹനത്തിന് പിന്നിൽ രക്തം പുരണ്ട മുഖത്തൊരു മരിച്ച മനുഷ്യൻ നിലത്ത് കിടന്നു. ആളുകൾ അയാൾക്ക് ചുറ്റും കൂടി. യുദ്ധത്തിനുടനീളം ഉക്രൈനിയൻ പരിശീലന മൈതാനങ്ങളെയും സൈനിക പരിപാടികളെയും ലക്ഷ്യമിട്ട റഷ്യ ഉക്രൈനിയൻ വിദേശ നിർമ്മിത ആളില്ല ആകാശ വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ആയുധ പ്രദർശനം നടത്തിയതായി പറഞ്ഞു. റഷ്യൻ പ്രദേശത്തിനുള്ളിലെ സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ പ്രദർശിപ്പിച്ച മോഡലുകളിൽ ഉൾപ്പെടുന്നുവെന്ന് അത് പറഞ്ഞു. റഷ്യ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ ദൈനംദിന പ്രസംഗത്തിൽ പറഞ്ഞു. ആയുധ പരിപാടി തീർച്ചയായും അവിടെ നടക്കാൻ പാടില്ലായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഇത്തരം യുദ്ധകാല സാഹചര്യങ്ങൾ അത്തരമൊരു ശത്രുവിനെതിരെ വലിയ ജനക്കൂട്ടത്തോടെ തീർച്ചയായും റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്ക് സമീപം ആയുധ പ്രദർശനങ്ങൾ നടത്തുന്നത് തികച്ചും അസാധ്യമാണ്. ഈ പണിമുടക്ക് ഉക്രൈനിലെ പ്രതിരോധ വ്യവസായത്തിലെയും ഉദ്യോഗസ്ഥരുടെയും പലരിൽ നിന്നും പ്രതിഷേധത്തിനിടയാക്കി. അവരിൽ ചിലർ പരിപാടി മോശമായി സംഘടിപ്പിച്ചതാണെന്നും ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടതായും സൂചിപ്പിച്ചു. ഷെൽട്ടറുകൾ നൽകാതെയും സോഷ്യൽ മീഡിയയിൽ സ്വയം പരസ്യം നൽകാതെയും പരിപാടികളുടെ സംഘാടകരെ പ്രസിഡൻഷ്യൽ ഉപദേഷ്ടാവ് സെർജി ബെസ്ക്രസ്റ്റോവ് വിമർശിച്ചു. ഉക്രൈനിലെ സ്റ്റേറ്റ് പിന്തുണയുള്ള പ്രതിരോധ ഗ്രൂപ്പായ ബ്രേവ് വണ്ണിന്റെ തലവൻ ആൻഡ്രി ഗ്രിറ്റ്സെനിക്ക് പ്രതിരോധ വ്യവസായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും അവരുടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ അടിയന്തരമായി അവലോകനം ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അഭ്യർത്ഥിച്ചു. സംഭവ സ്ഥലത്ത് പ്രാദേശിക ഉദ്യോഗസ്ഥയായ അല്ല ലഖ്മാനിയുഖ് രോഷം പ്രകടിപ്പിച്ചു. മുനിസിപ്പാലിറ്റി പരിപാടിക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് AFPയോട് പറഞ്ഞു. പാർപ്പിട കെട്ടിടങ്ങൾക്ക് തൊട്ടടുത്തായി ഇത്തരമൊരു പരിപാടി നടന്നതിൽ എല്ലാവരും വളരെ അസ്വസ്ഥരാണ്. അത്തരം പരിപാടികൾ നടത്താൻ പോവുകയാണെങ്കിൽ അവ സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണമെന്നും അവർ പറഞ്ഞു. ഷൂട്ടിംഗ് റേഞ്ചിനോട് ചേർന്നുള്ള വീടുകൾ തകർന്ന നിലയിലായിരുന്നു. നശിച്ച ഒരു മരത്തിന്റെ അവശിഷ്ടങ്ങളും കത്തിയ ആപ്പിളും നിലത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. നതാലിയ പെരേവലോവയുടെയും മേൽക്കൂരയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ജനാലകൾ പൊട്ടിത്തെറിച്ചു. പക്ഷേ അവർക്ക് ചില നല്ല വശങ്ങൾ കണ്ടെത്തി. ആ സമയത്ത് പേരക്കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്, അവൾ ഒരു ചെറിയ കറുത്ത നായയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.